ഈ സമസപ്തമ ഭാവങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കത്തില്ല. കുറച്ചൊരു സ്നേഹം കാണും അങ്ങോട്ടും ഇങ്ങോട്ടും. പൂർണ്ണത വരണം. ഒരു ഭാവം ശിവനാണെങ്കിൽ മറ്റേ ഭാഗം, അതിൻ്റെ 7ാം ഭാവം എന്ന് പറയുന്നത് ശക്തിയാണ്. അപ്പം ആ ഒരു ഇൻ യാങ്, അതൊരു പൂർണ്ണത വരണമെങ്കിൽ, ശിവശക്തി ഐക്യം വരണമെങ്കിൽ ഏതൊരു ഭാവത്തിൻ്റെ അതിൻ്റെ 7ാം ഭാവത്തിനൊരു ചേർച്ച വരണം. അപ്പോൾ അതുകൊണ്ട് ഈ 6ാം ഭാവത്തിൻ്റെ പൂർണ്ണത വരുത്തുന്ന ഭാവം എന്ന് പറയുന്നത് 12ാം ഭാവം. അപ്പോൾ 12ാം ഭാവത്തിൽ 6ാം ഭാവാധിപൻ നിൽക്കുക, 6ാം ഭാവാധിപൻ 12 നിൽക്കുക എന്ന് പറയുന്നതൊക്കെ വിമലായോഗമാണ്. അതൊരു ശക്തമായ വിപരീത രാജയോഗമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശത്രുക്കൾ സ്വയം നശിച്ചു പോകും. രോഗങ്ങൾ വന്നാലും വേഗത്തിൽ മാറാനുള്ള കഴിവ്, രഹസ്യമായിട്ടുള്ള ശത്രുക്കളെ മനസ്സിലാക്കാനും അതിനെ അതിജീവിക്കാനുമുള്ള കഴിവ്, ആശുപത്രി, ജയില്, ആശ്രമം, നിയമപരമായിട്ടുള്ള മേഖലകൾ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവും. എന്നിരുന്നാൽ പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒന്നീ നിങ്ങൾക്ക് സേവനം ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ സേവനം ചെയ്യുന്ന ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് വിദേശത്തോ സ്വദേശത്തോ ഒക്കെ, പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങൾക്ക്, പ്രത്യേകിച്ച് 12ാം ഭാവമല്ലേ, 12ാം ഭാവം എന്ന് പറഞ്ഞാൽ വിദേശവും കൂടി വരും. അപ്പോൾ അതൊരു ജലരാശിയൊക്കെ ആണെങ്കിൽ 6ാം ഭാവാധിപൻ 12 വിദേശത്ത് പോയി സെറ്റിൽ ആവാനും, വിദേശത്ത് വസ്തുവകകൾ വാങ്ങാനും, അവിടെ വീട് വെക്കാനും, അവിടെ സുഖാനുഭവിക്കാനും ഒക്കെയുള്ള ഒരു യോഗവും കൂടിയാണ്.